morning. Today we are going to discuss about Small Industrial Development Bank of India, SIDBI. Small Industrial Development Bank of India. SIDBI എന്നത് ഒരു ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇതിന്റെ ആസ്ഥാനം ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ്. ഒരുപാട് ഓഫീസസ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് സിഡ്ബിക്ക് ഉണ്ട്. ഇതിന്റെ പ്രധാന പർപ്പസ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്, പ്രധാനമായിട്ടും സ്മോൾ എന്റർപ്രൈസസ്, മീഡിയം എന്റർപ്രൈസസ്, മൈക്രോ എന്റർപ്രൈസസ്, അതാണ് MSME സെക്ടർ എന്ന് പറയുന്നത്. മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. അത്തരം എന്റർപ്രൈസസിന് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുക, റീഫിനാൻസിങ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ സിഡ്ബിയുടെ പ്രധാന ഫംഗ്ഷനായിട്ട് വരുന്നത്. സിഡ്ബി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1990 ഏപ്രിൽ 2 ഒരു പാർലമെന്ററി ആക്ടിലൂടെയാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഈ സിഡ്ബി IDBIയുടെ ഒരു സബ്സിഡിയറി ആയിട്ടാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് വരുന്നത്. സിഡ്ബി RBI റെഗുലേറ്റ് ചെയ്യുന്ന 4 ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒന്നാണ് സിഡ്ബി എന്നത്. മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് എക്സിം ബാങ്ക്, നബാർഡ്, NHB എന്നിവയാണ്. സിഡ്ബി RBI റെഗുലേറ്റ് ചെയ്യുകയും സൂപ്പർവൈസ് ചെയ്യുകയും ചെയ്യുന്ന 4 ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഒന്നാണ്. 4 എന്ന് പറയുന്നത് ഒന്ന് സിഡ്ബി, പിന്നെ ഒന്ന് എക്സിം ബാങ്ക്, നബാർഡ്, NHB. ഇതൊക്കെയാണ് 4 ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ആ 4 ഒന്നാണ് സിഡ്ബി. പക്ഷെ ഇപ്പോൾ NHBയുടെ 55% ഓഫ് സ്റ്റേക്കും ഗവൺമെന്റിന്റെ കൺട്രോളിലായതുകൊണ്ട് തന്നെ ഗവൺമെന്റാണ് ഓൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ NHB ഇപ്പോൾ ഗവൺമെന്റ് കൺട്രോളിലാണ്. സിഡ്ബിയും ഗവൺമെന്റ് കൺട്രോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. സിഡ്ബി ഫൗണ്ടേഷൻ ഫോർ മൈക്രോ ക്രെഡിറ്റിലൂടെ മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെ മൈക്രോ ഫിനാൻസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിലും സഹായിക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ പ്രധാന ആക്ടിവിറ്റി ആയിട്ട് വരുന്നത് റൂറൽ എന്റർപ്രൈസസിന്റെ പ്രൊമോഷനും അതേപോലെ തന്നെ റൂറൽ എന്റർപ്രണർഷിപ്പിന്റെ ഡെവലപ്മെന്റുമാണ് ഇതിന്റെ പ്രധാന പ്രോഗ്രാമായിട്ട് വരുന്നത്. MSME സെക്ടറിൽ മണി സപ്ലൈ കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫിനാൻസ് പ്രോഗ്രാം എന്നുള്ളത്. ഈ ഒരു പ്രോഗ്രാം പ്രകാരം സിഡ്ബി ടേം ലോൺസ് അസിസ്റ്റൻസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. സ്മോൾ ഫിനാൻസ് ബാങ്ക്സ്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസിനൊക്കെ തന്നെ ടേം ലോൺ അസിസ്റ്റൻസ് നൽകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ റീഫിനാൻസിങ് ഓപ്പറേഷൻസ് കൂടി സിഡ്ബി ചെയ്യുന്നുണ്ട്. പിന്നെ MSME എന്റർപ്രൈസസിന് ഡയറക്റ്റ് ആയിട്ടും ലെൻഡ് ചെയ്യുന്നുണ്ട്. മണി ഡയറക്റ്റ് ആയിട്ടും സിഡ്ബി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സിഡ്ബിയുടെ ലാർജസ്റ്റ് ഇൻഡിവിജ്വൽ ഷെയർ ഹോൾഡർ ആണ് SBI. അത് കഴിഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും LIC ആണ് വരുന്നത്. ലാർജസ്റ്റ് ഇൻഡിവിജ്വൽ ഷെയർ ഹോൾഡർ SBI, അത് കഴിഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും അതേപോലെ തന്നെ LIC ആണ് വരുന്നത്. ഈ സിഡ്ബിയുടെ ഒബ്ജക്റ്റീവ്സ് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും 4 ഒബ്ജക്റ്റീവ്സ് ആണ് സിഡ്ബിക്ക് വരുന്നത്. വിച്ച് ആർ ഡെവലപ്മെന്റ്, പ്രൊമോഷൻ, കോർഡിനേഷൻ ആൻഡ് ഫിനാൻസിങ്. 4 ഒബ്ജക്റ്റീവ്സ്: ഡെവലപ്മെന്റ്, പ്രൊമോഷൻ, കോർഡിനേഷൻ ആൻഡ് ഫിനാൻസിങ്. ഇതിന്റെ ഫങ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഫങ്ഷനായിട്ട് പറയുന്നതിന്റെ മൈക്രോ ഫിനാൻസ്, മൈക്രോ എന്റർപ്രൈസസ്, സ്മോൾ എന്റർപ്രൈസസ്, മീഡിയം എന്റർപ്രൈസസ്, അതാണ് MSMES. മൈക്രോ എന്റർപ്രൈസസ്, സ്മോൾ എന്റർപ്രൈസസ് ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. അത്തരം സ്ഥാപനങ്ങൾക്കും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനും അത് ഫിനാൻഷ്യൽ സെക്ടേഴ്സിനും ഫിനാൻഷ്യൽ സപ്പോർട്ട് നൽകുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവായിട്ട് വരുന്നത്. രണ്ടാമത്തെ വരുന്നത് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ബാങ്കുകളുടെയും NBFCസിലൂടെയും SFCs, മറ്റുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെയൊക്കെയാണ് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്
ക്രെഡിറ്റ് ഫ്ലോസ് സ്ട്രെങ്തൻ ചെയ്തും സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്തുമെല്ലാം ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഇക്വിലിബ്രിയം ക്രിയേറ്റ് ചെയ്യാനും കൂടി സിഡ്ബി ശ്രമിക്കുന്നുണ്ട്. ഇത്രയാണ് ഫങ്ഷൻസ് വരുന്നത്. ഇനി നമുക്ക് ഈ ഫങ്ഷൻസ് ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സിഡ്ബിയുടെ ആദ്യത്തെ ഫംഗ്ഷനായിട്ട് പറയുന്നത് സിഡ്ബി മൈക്രോ എൻ്റർപ്രൈസസ്, സ്മോൾ എൻ്റർപ്രൈസസ്, മീഡിയം എൻ്റർപ്രൈസസിനെല്ലാം തന്നെ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ സ്മോൾ എൻ്റർപ്രൈസസിൻ്റെ ലോൺസ് റീഫിനാൻസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് വേണ്ട റിസോഴ്സ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ ഫംഗ്ഷനായിട്ട് പറയുന്നത്. രണ്ടാമത്തെ ഫംഗ്ഷനായിട്ട് പറയുന്നത് സിഡ്ബി ബിൽസ് ഡിസ്കൗണ്ട് ചെയ്യുകയും റീഡിസ്കൗണ്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തത് പറയുന്നത് ഡൊമസ്റ്റിക് മാർക്കറ്റിലും ഇൻ്റർനാഷണൽ മാർക്കറ്റിലും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ പ്രൊഡക്റ്റിന് മാർക്കറ്റിംഗ് ചാനൽസ് എക്സ്പാൻഡ് ചെയ്യുന്നതിൽ സഹായിക്കുന്നുണ്ട്. ഡൊമസ്റ്റിക് മാർക്കറ്റിലും ഇൻ്റർനാഷണൽ മാർക്കറ്റിലും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ പ്രൊഡക്റ്റിന് വേണ്ടി മാർക്കറ്റിംഗ് ചാനൽസ് എക്സ്പാൻഡ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അടുത്തത് പറയുന്നത് ഫാക്ടറിംഗ്, ലീസിംഗ് പോലുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും സ്മോൾ സ്കെയിൽ സെക്ടറിലുള്ള ഇൻഡസ്ട്രിയൽ കൺസേൺസിനാണ് ഇത്തരം സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തത് പറയുന്നത് ഈ സിഡ്ബി കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത് എംപ്ലോയ്മെന്റ് ഓറിയന്റഡ് ഇൻഡസ്ട്രീസ് ആണ്, പ്രധാനമായിട്ടും സെമി അർബൻ ഏരിയാസിൽ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെമി അർബൻ ഏരിയാസിൽ നിന്ന് ആളുകൾ ജോലി തേടി അർബൻ ഏരിയാസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ സെമി അർബൻ ഏരിയയിൽ എംപ്ലോയ്മെന്റ് ഓറിയന്റഡ് ഇൻഡസ്ട്രീസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആളുകൾ അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നത് കുറയും. കൂടുതലായി എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് സെമി അർബൻ ഏരിയയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും. അതുവഴി ആളുകൾ അർബൻ ഏരിയയിലേക്ക് പോകുന്നത് കുറയും. ഇനി അടുത്തത് പറയുന്നത് ഈ സിഡ്ബി മോഡേണൈസേഷനും അതേപോലെ തന്നെ ടെക്നിക്കൽ അപ്ഗ്രേഡേഷനും ഒക്കെ ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും നിലനിൽക്കുന്ന സ്ഥാപനങ്ങളിലാണ് ഇങ്ങനെയുള്ള ഇത് ചെയ്യുന്നത്. മോഡേണൈസേഷനും അതേപോലെ തന്നെ ടെക്നിക്കൽ അപ്ഗ്രേഡേഷനും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അടുത്തത് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ടുള്ള ക്രെഡിറ്റ് ഫ്ലോ കൃത്യസമയത്ത് തന്നെ എനേബിൾ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് ആവശ്യമായ സമയങ്ങളിൽ കൊമേഴ്ഷ്യൽ ബാങ്കുമായിട്ട് കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ തന്നെയാണ്. അടുത്തത് പറയുന്നത് സ്റ്റേറ്റ് ലെവൽ വെഞ്ചർ ഫണ്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് പ്രധാനമായിട്ടും വരുന്നത്. ഒന്ന്, ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുന്നുണ്ട്, റീഡിസ്കൗണ്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മാർക്കറ്റിംഗ് ചാനൽസ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, ഫാക്ടറിംഗ്, ലീസിംഗ് പോലുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എംപ്ലോയ്മെന്റ് ഓറിയന്റഡ് ഇൻഡസ്ട്രീസിന് കൂടുതലായി പ്രൊമോട്ട് ചെയ്യുന്നു, നിലനിൽക്കുന്ന സ്ഥാപനങ്ങളിൽ മോഡേണൈസേഷനും ടെക്നിക്കൽ അപ്ഗ്രേഡേഷനും വേണ്ടിയുള്ള സ്റ്റെപ്സ് എടുക്കുന്നുണ്ട്. അടുത്തത് ടൈംലി ക്രെഡിറ്റ് ഫ്ലോ എനേബിൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് വേണ്ട ടേം ലോൺസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഫംഗ്ഷൻ പറഞ്ഞത് സ്റ്റേറ്റ് ലെവൽ ഫണ്ട്സ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് പ്രധാനമായിട്ടും സിഡ്ബിയുടെ ഫങ്ഷൻസ് വരുന്നത്. ഇനി സിഡ്ബി പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാന പ്രൊഡക്ട്സും സർവീസസും ആണ് അടുത്തത് പറയുന്നത്. ദേ ആർ ഡയറക്റ്റ് ഫിനാൻസ് സ്കീംസ്, ബിൽ ഫിനാൻസ് സ്കീംസ്, റീഫിനാൻസ് സ്കീം, ഇന്റേണൽ ഫിനാൻസ് സ്കീം, മാർക്കറ്റിംഗ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് സ്കീംസ്, സിഡ്ബി ഫൗണ്ടേഷൻ ഫോർ മൈക്രോ ക്രെഡിറ്റ്, promotional and development activities, fixed deposit schemes. These are the products and services provided by SIDBI. Direct finance schemes, bill finance schemes, refinance scheme, internal finance scheme, marketing finance and development schemes, SIDBI Foundation for Microcredit, promotional and development schemes, development activities, fixed deposit schemes. സിഡ്ബി പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാന ഫെസിലിറ്റീസ് ആണ് ഡയറക്റ്റ് ഫിനാൻസ്, ഇൻഡയറക്റ്റ് ഫിനാൻസ്, മൈക്രോ ഫിനാൻസ്. ഇതിലൊക്കെ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. ഈ ഡയറക്റ്റ് ഫിനാൻസ്, ഫസ്റ്റ് ഡയറക്റ്റ് ഫിനാൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ ഡയറക്റ്റ് ഫിനാൻസ് എന്നുള്ളത്. ഡയറക്റ്റ് ഫിനാൻസിൽ വരുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ അസിസ്റ്റൻസ്, ടേം ലോൺ അസിസ്റ്റൻസ്, ഫോറിൻ കറൻസി ലോണ്, പിന്നെ റിസീവബിൾസിന് മേലുള്ള സപ്പോർട്ട്, ഇക്വിറ്റി സപ്പോർട്ട്, എനർജി സേവിങ് സ്കീംസ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഡയറക്റ്റ് ഫിനാൻസിൽ വരുന്നത്. ഇത്തരം ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് MSME സെക്ടർ, അതായത് മൈക്രോ എന്റർപ്രൈസസ്, സ്മോൾ എന്റർപ്രൈസസ്, മീഡിയം എന്റർപ്രൈസസ്, ഇത്തരം എന്റർപ്രൈസസിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള
ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ അസിസ്റ്റൻസ്, ടേം ലോൺ അസിസ്റ്റൻസ്, ഫോറിൻ കറൻസി ലോണ്, സപ്പോർട്ട് അഗെയിൻസ്റ്റ് റിസീവബിൾസ്, ഇക്വിറ്റി സപ്പോർട്ട്, എനർജി സേവിംഗ് സ്കീംസ്, ഇതൊക്കെയാണ് ഡയറക്റ്റ് ഫിനാൻസിൽ വരുന്നത്. ഇനി ഇൻഡയറക്റ്റ് ഫിനാൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ഈ ഇൻഡയറക്റ്റ് ഫിനാൻസ് നൽകുന്നത് ബൈ പ്രൊവൈഡിങ് റീഫിനാൻസ് ടു പ്രൈമറി ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കംപ്രൈസിംഗ് ഓഫ് ലോൺസ്, സ്റ്റേറ്റ് ലെവൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതിലൂടെയൊക്കെയാണ് ഈ ഇൻഡയറക്റ്റ് ഫിനാൻസ് നൽകുന്നത്. റീഫിനാൻസിങ് സ്കീമിന്റെ പ്രധാന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രൈമറി ലൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ റിസോഴ്സ് പൊസിഷൻ കൂട്ടുക എന്നുള്ളതാണ്. അതുവഴി MSME സെക്ടറിലേക്കുള്ള ക്രെഡിറ്റ് ഫ്ലോ എനേബിൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ഇൻഡയറക്റ്റ് ഫിനാൻസ്. ഇൻഡയറക്റ്റ് ഫിനാൻസിൽ വരുന്നത് ഏതൊക്കെയാണ്? റീഫിനാൻസ് ടു പ്രൈമറി ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കംപ്രൈസിംഗ് ഓഫ് ബാങ്ക്സ്, സ്റ്റേറ്റ് ലെവൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഈ റീഫിനാൻസിങ്ങിന്റെ പ്രധാന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രൈമറി ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ റിസോഴ്സ് പൊസിഷൻ റൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതുവഴി MSME സെക്ടറിലേക്കുള്ള ക്രെഡിറ്റ് ഫ്ലോ എനേബിൾ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഇൻഡയറക്റ്റ് ഫിനാൻസ്. ഇനി മൂന്നാമത്തെ വരുന്നത് മൈക്രോ ഫിനാൻസ് ആണ്. ഈ സിഡ്ബി സ്മോൾ ബിസിനസ് മാനും അതുപോലെ തന്നെ സ്മോൾ എന്റർപ്രണേഴ്സിനും പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ട മൈക്രോ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനാണ് പ്രധാനമായിട്ടും മൈക്രോ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് സ്മോൾ ബിസിനസ് മാൻ അതേപോലെ തന്നെ സ്മോൾ എന്റർപ്രണേഴ്സിനൊക്കെയാണ് ഈ മൈക്രോ ഫിനാൻസ് സിഡ്ബി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. താങ്ക് യു.